Hey all, welcome back to my channel. Hope you all are doing good. So ഇന്നത്തെ വീഡിയോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളെല്ലാവരും തമിഴിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് നോട്ട് എ സ്റ്റഡി വ്ളോഗ് ബട്ട് ഇറ്റ്സ് ലൈക്ക് ഒരു അസൈൻമെന്റ് റൈറ്റിംഗ് വ്ളോഗ് പോലെയാണ്. ഐ എം കറന്റ്ലി പെർസ്യൂയിങ് PG ഡിപ്ലോമ ഇൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. സോ സെപ്റ്റംബർ 30th നമ്മുടെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഡെഡ് ലൈൻ ആണ്. സോ ഐ എം റെക്കോർഡിംഗ് ദിസ് വീഡിയോ 3 days ബിഫോർ. അപ്പോൾ 5 സബ്ജക്ട്സിനാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിൽ 2 സബ്ജക്ട്സിന്റെ ഏതാണ്ടൊക്കെ ഞാൻ അസൈൻമെന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഐ നീഡ് ടു കംപ്ലീറ്റ് 3 more subjects. That means around 150 to 180 pages due ആണ്. So I thought ഈ ഒരു അസൈൻമെന്റ് എഴുതുന്നതും ഇഗ്നോർ ആയതുകൊണ്ട് തന്നെ വേറെ കുറച്ച് പ്രോസസ്സ് ഒക്കെ ഉണ്ട്. ഫ്രണ്ട് പേജസും അതൊക്കെ വെച്ച് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്നതൊക്കെ ഒരു ബ്ലോഗ് ആക്കാം എന്ന് വിചാരിച്ചു. ഇറ്റ്സ് ലൈക്ക് ദേ ഹാവ് പ്രൊവൈഡ് us വിത്ത് സ്റ്റഡി മെറ്റീരിയൽ. അപ്പോൾ ഈ സബ്ജക്റ്റിന്റെ ആണ് ഞാനിപ്പോൾ കറന്റ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റഡി മെറ്റീരിയൽ നോക്കി എഴുതാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഞാനിതൊക്കെ നോക്കി എഴുതും. പിന്നെ ഇതിലില്ലാത്ത കാര്യങ്ങൾ സെർച്ച് ഒക്കെ ചെയ്തിട്ടാണ് എഴുതുന്നത്. എനിവേസ് ദിസ് would be a assignment writing vlog, so let us get into the vlog. Thank you. ബുക്ക്ലെറ്റിൽ ചെയ്തിട്ട് ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ടാസ്ക് ആണ്. ബട്ട് സ്റ്റിൽ ഐ എം സെർച്ചിങ് ഫോർ ഇറ്റ്. സോ ഗൈസ്, നമ്മൾ ഒരു സബ്ജക്ട് എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. 50 pages we have completed. കുറേ നേരമായിട്ട് സ്റ്റാർട്ട് ചെയ്താണ്. മൈ ഐസ്, ഷോൾഡർ, ബാക്ക് പെയിൻ, കൈ ഒക്കെ നല്ല വേദനെടുക്കുകയാണ്. സോ ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആൻഡ് ലേഔട്ട് ഡിസൈൻ ഓഫ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആൻഡ് യൂണിറ്റി മോഡൽസ് നമ്മൾ ഫൈനലി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നാളെയും മറ്റന്നാളും കൂടി ഇരുന്ന് ബാക്കി 100 pages കൂടി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ പരിപാടി അങ്ങ് കഴിയും. സോ ഈ ബാക്കി വീഡിയോ നാളെ എടുക്കുമ്പോൾ ഐ ബി ആഡ് വിത്ത് ദിസ്. ഓക്കെ. Hello, so this is our second day. ഇന്നലെ somehow ഒരു സബ്ജക്ട് ഫുൾ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റി. ലോങ് അവർ എഴുതി ഇവിടെയൊക്കെ ഭയങ്കര വേദനയാണ്. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് മൈ മിസ്റ്റേക്ക്. ലാസ്റ്റ് മൊമെന്റ് വരെ ഞാൻ വെച്ചിരുന്നു. സോ somehow we need to finish this. ആൻഡ് ഇന്ന് വേറൊരു സബ്ജക്റ്റാണ് എഴുതാനായിട്ട് പോകുന്നത്. കുറേ സമയം എൻ്റെ സ്റ്റഡി മെറ്റീരിയൽ കാണാതായി. സോ ഇതിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്ത് എൻ്റെ കുറേ സമയം ഇന്ന് ഓൾറെഡി പോയി കഴിഞ്ഞിരിക്കുകയാണ്. സോ ലെറ്റ് us സ്റ്റാർട്ട് റൈറ്റിംഗ്. ഞാൻ ഓൾറെഡി എഴുതിയ അസൈൻമെന്റ്സ് ഒക്കെ ഇങ്ങനെ ഫയലിലാക്കി ഫയലിലാക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇഗ്നോയുടെ അസൈൻമെന്റ് എഴുതുമ്പോൾ ആക്ച്വലി അവർ പറയും പോലെ ഒരു പെർട്ടിക്കുലർ സെന്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ആ സെന്റിമീറ്ററിൽ നമ്മളിങ്ങനെ 4 വശത്തും ഇങ്ങനെ മാർജിനൊക്കെ വെച്ചിട്ട് വേണം എഴുതാൻ A4 സൈസ് പേപ്പറിൽ. അതുകൊണ്ടിട്ട് തന്നെ എളുപ്പത്തിന് അസൈൻമെന്റ് പേപ്പറിൽ എഴുതാം എന്നുള്ള കാര്യം നടക്കത്തില്ല. അപ്പോൾ എനിക്കിനി കുറേ പേപ്പേഴ്സ് മാർജിൻ വരച്ച് വെച്ചിട്ട് വേണം ഇതിന്റെ എഴുത്തിലേക്ക് കടക്കാൻ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോറി, ഇത് ഇത്രയും ഞാൻ ഇന്നലെ എഴുതിയ അസൈൻമെന്റ് ആണ്. കുറച്ച് പേപ്പേഴ്സേ ഉള്ളൂ. ഞാൻ പോയി കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ട് വരാം. So let us start drawing the margins. Ruler, pencil. ഞാൻ യൂഷ്വലി ഒരു 10 to 20 pages ഇതുപോലെ മാർജിൻ വരയ്ക്കും, എഴുതും, വീണ്ടും മാർജിൻ വരയ്ക്കും, എഴുതും. അങ്ങനെയാണ്. ഈ PG ഡിപ്ലോമ ഇൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇപ്പോൾ any graduates can do, especially നിങ്ങളിപ്പോൾ ഒരു LLB സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ യുവർ ഗ്രാജുവേഷൻ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കൺവെൻഷണൽ ആയിട്ടുള്ള LLM കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ പഠിക്കുന്നതിനോട് നല്ല താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ജോയിൻ ചെയ്യാവുന്നതാണ്. PG ഡിപ്ലോമ ഇൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലാണ്ട് ഇൻ സൈബർ ലോ ഉണ്ട്. അതല്ലാണ്ട് തന്നെ വേരിയസ് സർട്ടിഫിക്കറ്റ് കോഴ്സ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഹ്യൂമൻ റൈറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ
ക്രിമിനൽ ജസ്റ്റിസ് അതിൽ PG ഡിപ്ലോമ ഉണ്ട്. ഇതെല്ലാം 1 year ഡ്യൂറേഷൻ ഉള്ള കോഴ്സാണ്. പക്ഷേ നമ്മൾ വിത്തിൻ 2 or 3 years അങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മതി. ആൻഡ് ഐ തിങ്ക് PG ഡിപ്ലോമ ഇൻ സൈബർ ലോ അത് ഫൈനൽ ഇയർ LLB സ്റ്റുഡൻസ് 3 year or 5 year സ്റ്റുഡൻസിനാണെങ്കിലും ചെയ്യാവുന്നതാണ്. നമ്മളിതുപോലെ അസൈൻമെന്റ്സ് ഒക്കെ എഴുതി വെക്കണം എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇറ്റ്സ് എ ഗുഡ് കോഴ്സ്. സോ ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ്, ഓഫ് കോഴ്സ് ഗോ ഫോർ ഇറ്റ്. വേഗം ഒന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ്. ബിക്കോസ് ഞാൻ ഇതുപോലെ ലാസ്റ്റ് മൊമെന്റിൽ കൊണ്ടൊന്നും വെക്കാറില്ല. പക്ഷേ ദിസ് ടൈം ഫ്ലോപ്പ് ആയി പോയി. ഏപ്രിലിൽ എഴുതാനുള്ള എക്സാം ആയിരുന്നു. പക്ഷേ സംഭവം ഞാനത് ഫോളോ അപ്പ് ചെയ്യാണ്ട് മിസ് ചെയ്തു. നമ്മൾ അസൈൻമെന്റ് ചെയ്തതിന്റെ ക്വസ്റ്റൻ ഒക്കെ ഇങ്ങനെ വെബ്സൈറ്റിൽ PDF ആയിട്ട് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്നാണ് എഴുതുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ. ഓ ഗോഡ്. സോ ഞാൻ രാവിലെ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഉറങ്ങാനായിട്ടുള്ള ടൈമായി. ലുക്ക്, ഐ ആം സോ ഡാം ടയർഡ്. ഇനി ഒരു 10 minutes കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ അസൈൻമെന്റ് എഴുതി തീരുന്നതായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ ഒരു 10 minutes കൂടി കഴിയുകയാണെങ്കിൽ ഐ ആം ഓൾമോസ്റ്റ് ഡെഡ്. വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ശക്തി എനിക്ക് കാണത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇത്രയും ഇന്ന് എഴുതിയതാണ്. ഇനിയിപ്പോ ഒരു 7 to 10 pages കൂടി കഴിയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഡൺ. സോ ഇനി ഒരു സബ്ജക്ട് കൂടി എഴുതാനുണ്ട്. അത് നമ്മൾ നാളെ എഴുതിയിട്ട് ഈ വീഡിയോയിലൂടെ മേർജ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ. സോ ഇന്ന് നമ്മുടെ അസൈൻമെന്റ് റൈറ്റിംഗിന്റെ 3rd day ആണ്. ഇന്നലെ ഒരു ഫുൾ സബ്ജക്ട് എഴുതി തീർത്തു. ആൻഡ് ഒത്തിരി വൈകി. അതിനുശേഷം ഞാൻ റെസ്റ്റ് പെൻഡിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൂടെ പകുതി വരെ എഴുതി വെച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു 25 to 30 pages മാത്രമേ ഇനി എഴുതാനായിട്ടുള്ളൂ. അപ്പോൾ അതെന്തായാലും വേഗം കഴിയും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് റൈറ്റിംഗ് ആർ ലാസ്റ്റ് അസൈൻമെന്റ്. ഐ എം സോ എക്സൈറ്റഡ് ബിക്കോസ് ഞാൻ ഭയങ്കരമായിട്ട് വറി ചെയ്തു. എനിക്ക് 30th മുന്നേ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ 30 pages അല്ലേ ഉള്ളൂ. എന്നാൽ അത് വേഗം കഴിയുന്നതായിരിക്കും. അതിനുശേഷം കുറച്ച് ഫോട്ടോ കോപ്പീസ് ഒക്കെ എടുത്ത് ഫ്രണ്ട് പേജ് ഒക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് tomorrow Saturday നാളെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ മതി. ഓക്കെ, so let us get into the video. I'm just planning like ഇതിപ്പോൾ ഒരു 20 to 30 pages ഇനി എഴുതാനുണ്ട്. അത് എഴുതി കഴിയുകയാണെന്നുണ്ടെങ്കിൽ വേഗം പോയി ഇവിടെ അടുത്തുനിന്ന് എവിടെയും ഫോട്ടോ കോപ്പി എടുത്ത് എല്ലാം ഇന്ന് തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ അധികം നാളെ സബ്മിറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ മെസ്സപ്പ് ആവേണ്ട ആവശ്യമില്ലല്ലോ. ഈ 4 സൈഡിൽ ഈ ബോർഡർ വരയ്ക്കുന്നുണ്ടല്ലോ, ഒരു ഭയങ്കര ഒരു ടാസ്ക് ആണ്. ബിക്കോസ് ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം. അസൈൻമെന്റ് പേപ്പറിലാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ബോർഡർ ആണ്, നമുക്ക് വേഗം എഴുതി പോകാമല്ലോ. ഇപ്പം കുഴപ്പമില്ല. So have successfully completed my assignments. 5 assignments completed with the 10 assignments and all set to submit. ഈ ഫേസിംഗ് ഷീറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്യണം. ബാക്കിയെല്ലാം തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എഴുതി നാളെ കൊണ്ടേ സബ്മിറ്റ് ചെയ്യാൻ മാത്രം മതി. സോ എല്ലാം ഞാൻ ഭദ്രമായി ഫയലിലാക്കി നാളെ മോർണിംഗ് കൊണ്ടേ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതായിരുന്നു എൻ്റെ
ലാസ്റ്റ് മൊമെന്റ് അസൈൻമെന്റ് റൈറ്റിംഗ് വ്ലോഗ്. ഐ ഹോപ്പ് യു ഓൾ ഹാവ് എൻജോയ്ഡ് ഇറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെയും ബൈ ബൈ. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ബൈ.